മഴതോരു മുൻപേ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാവിലെ തന്നെ ഫോണ് ബെല്ലടിച്ചത് ഒരു അപായ സൂചന പോലെയാണ് ബാലചന്ദ്രന് തോന്നിയത്. മറുതലക്കൽ ശിവശങ്കരനായിരുന്നു. അധികാരത്തിന്റെയും ഭീഷണിയുടെയും സ്വരത്തിൽ ശിവശങ്കരൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു. താനും രാവണ്യമ്മാവനും മക്കളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നും പല കണക്കുകളും തീർക്കാനുണ്ട് എന്നുമുള്ള മുന്നറിയിപ്പ്. പക്ഷേ വർഷങ്ങളായി നോവുകൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ബാലചന്ദ്രൻ ആ ഭീഷണിക്ക് മുന്നിലൊന്നും പതറിയില്ല. നിങ്ങൾ പോര് ശിവേട്ട, നമുക്ക് നോക്കാം. ബാലചന്ദ്രന്റെ ശബ്ദത്തിൽ പരിഹാസവും വെല്ലുവിളിയും ഇടകലർന്നിരുന്നു. പിന്നെ ഈ തള്ളു കേൾക്കാനും എനിക്ക് സമയമില്ല. ഫോൺ കട്ട് ചെയ്യുമ്പോൾ ബാലചന്ദ്രന്റെ മുഖത്ത് തെളിഞ്ഞത് നിശ്ചയദാർഢ്യമായിരുന്നു. എന്നാൽ ആ മനസ്സിന്റെ അടിത്തട്ടിൽ അലീനയെക്കുറിച്ചുള്ള ആദി കനൽ പോലെ എരിയുന്നുണ്ടായിരുന്നു. അതേസമയം അടുക്കളയിൽ അലീന തിരക്കിലായിരുന്നു. കൃഷ്ണമോൾക്കുള്ള ടിഫിൻ ബോക്സ് ബാഗിലേക്ക് വെക്കുമ്പോൾ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. കൃഷ്ണമോൾ ഓടി വന്ന് അലീനയുടെ കൈകളിൽ പിടിച്ചു. ആ കണ്ണുകളിൽ ഭയമായിരുന്നു. ചേച്ചി, ചേച്ചി ഇന്നിവിടെ നിൽക്കണ്ട. അവർ വരുന്നുണ്ട്. വന്നാ ചേച്ചിയെ അവർ വെറുതെ വിടില്ല. ചേച്ചി എങ്ങനെയെങ്കിലും എറണാകുളത്തേക്ക് പോയിക്കോ, കൃഷ്ണമോള് കെഞ്ചി. ആ കുരുന്നു മനസ്സിൽ പോലും വരാനിരിക്കുന്ന അപകടത്തിന്റെ നിഴൽ വീണിരിക്കുന്നു. അലീന അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭവിത അങ്ങോട്ടേക്ക് കടന്നു വന്നത്. അവളുടെ മുഖത്ത് പുച്ഛവും ക്രൂരതയും നിറഞ്ഞു നിന്നിരുന്നു. നീ ഇന്ന് പോവാതിരിക്കുന്നതാ നല്ലത്. നിനക്ക് നല്ലൊരു തല്ല് കാണാം. ഭവിതയുടെ വാക്കുകളിൽ അലീനയുടെ നേർക്കുള്ള വെല്ലുവിളിയായിരുന്നു. എന്നാൽ അലീനയുടെ മറുപടി ശാന്തവും മൂർച്ചയുള്ളതുമായിരുന്നു. ഓ തല്ലല്ലേ, എനിക്കിപ്പോൾ അത് കാണണ്ട. ഭവിത ചേച്ചിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു വീഡിയോ എടുത്തു വെക്ക്, ഞാൻ വരുമ്പോൾ കണ്ടോളാം. ആ മറുപടിയിൽ ഭവിതയുടെ മുഖം കറുത്തു. അലീനയുടെ ആത്മവിശ്വാസം അവളെ ചൊടിപ്പിച്ചു. ഇതേ സമയം നഗരത്തിലൂടെ ഒരു കാർ നെടുമ്പരക്കൽ തറവാട് ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ടായിരുന്നു. മാമച്ചനും ഗേസ്യാമയും രേവതിക്കുട്ടിയുമായിരുന്നു അതിൽ. രേവതിക്കുട്ടിയുടെ കലപില സംസാരം കാറിനുള്ളിലെ അന്തരീക്ഷം ലഘൂകരിക്കുന്നുണ്ട് എങ്കിലും ഗ്രേസ്യാമയുടെ മനസ്സിൽ ഒരു അജ്ഞാത ഭയം നിഴലിച്ചിരുന്നു. അലീനയെ കൂട്ടിക്കൊണ്ടുപോവാനാണ് അവർ വരുന്നത്. വഴി തെറ്റിയും ഗൂഗിൾ മാപ്പിനെ പഴിചാരിയുമുള്ള ആ യാത്ര ഒടുവിൽ നെടുമ്പരക്കൽ തറവാടിന്റെ ഗേറ്റിന് മുന്നിലേക്കെത്തി. ഗേറ്റ് കടന്ന് കാർ പോർച്ചിൽ വന്നു നിന്നപ്പോൾ തന്നെ വീടിന്റെ ഗാംഭീര്യം അവർ നോക്കി വിറപ്പിച്ചു. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് വൈജയന്തി വാതിൽ തുറന്നു. അപരിചിതമായ അതിഥികളെ കണ്ടപ്പോൾ ആ മുഖത്ത് തെളിഞ്ഞത് അനിഷ്ടമായിരുന്നു. എന്നാൽ പിന്നാലെ ഓടിയെത്തിയ അലീനയുടെ മുഖം വിടർന്നു. അവർ ഓടിച്ചെന്ന് രേവതിക്കുട്ടിയെ കെട്ടിപ്പിടിച്ചു. ആ സ്നേഹപ്രകടനങ്ങൾക്കിടയിലും വൈജയന്തിയുടെ കണ്ണുകളിൽ അഗ്നി വർഷിച്ചുകൊണ്ടിരുന്നു. അല്ല, നിങ്ങളൊക്കെ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? വൈജയന്തിയുടെ ചോദ്യം ഒരു ചാട്ടവാറടി പോലെയായിരുന്നു. എന്നെ കാണാൻ വന്നതാ, അലീന മറുപടി പറഞ്ഞു. പറ്റുമെങ്കിൽ പോകുമ്പോൾ ഇവളെയും കൂട്ടിക്കൊണ്ടൊന്ന് കൊണ്ടുപോയേക്ക. ഈ ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടുമല്ലോ. വൈജയന്തിയുടെ വാക്കുകളിലെ വിഷം അവരെ കൂടി നിന്നവരുടെ എല്ലാവരുടെയും മനസ്സിൽ മുറിവേൽപ്പിച്ചു. ഗ്രേസ്യാമ്മക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വൈജയന്തിയുടെ വിഷം നിറഞ്ഞ വാക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം അലീന അവരെയും കൂട്ടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. പഴയകാല ഓർമ്മകൾ ഉറങ്ങുന്ന മുറി. രേവതിക്കുട്ടി കൗതുകത്തോടെ ചുറ്റും നോക്കി. അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ടല്ലോ, നല്ല മുറി, രേവതിക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഈ കട്ടിലാണോ ചേച്ചി കിടക്കുന്നത്? അവൾ ചോദിച്ചു. അലീന ചിരിച്ചുകൊണ്ട് തന്നെ തറയിലെ പായിലേക്ക് ചൂണ്ടി. അല്ല, ഞാനിവിടെയാ കിടക്കുന്നത്. തറയിൽ കിടക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാ മോളെ. അലീനയുടെ ആ വാക്കുകൾ രേവതിക്കുട്ടിയുടെ ഉള്ളിൽ ഒരു നോവായി പടർന്നു. താൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളും അലീന അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും തമ്മിലുള്ള അന്തരം ആ കൊച്ചുകുട്ടിക്ക് മനസ്സിലായി. ഇതൊക്കെ വെച്ചു നോക്കുമ്പോൾ താൻ എത്ര ഭാഗ്യവതിയാണെന്ന് അവൾ ആത്മഗനം ചെയ്തു. അലീന അവരെ ബാലചന്ദ്രന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ബാലചന്ദ്രൻ തൻ്റെ പഴയ തോക്ക് തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അലീന കൊണ്ടുവന്ന നെല്ലിക്ക ജ്യൂസ് വാങ്ങുമ്പോൾ അദ്ദേഹം ചിരിക്കാൻ ശ്രമിച്ചു. ഇതെന്താച്ചാ ഈ തോക്ക്? അലീനയുടെ ചോദ്യത്തിൽ ഭയമുണ്ടായിരുന്നു. ഒരു സ്വയം കരുതൽ, പേടിക്കേണ്ട, ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ ആ തോക്ക് വരാനിരിക്കുന്ന ഏതോ വലിയ വിപത്തിന്റെ സൂചനയാണെന്ന് അലീനയ്ക്ക് തോന്നി. ബാലചന്ദ്രന്റെ കണ്ണുകളിൽ കാണുന്ന വേദനയും വാത്സല്യവും അവളെ വല്ലാതെ സ്പർശിച്ചു. അതിഥികൾ ബാലചന്ദ്രനുമായി സംസാരിച്ചു. വൈജയന്തിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഗ്രേസ്യാമ്മ സൂചിപ്പിച്ചപ്പോൾ ബാലചന്ദ്രൻ നിസ്സഹായയായി തലയാട്ടി. അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഒടുവിൽ യാത്ര പറയാൻ സമയമായി. അലീന തൻ്റെ ബാഗ് പാക്ക് ചെയ്തു. രേവതിക്കുട്ടിയും മാമച്ചായനും അവളെ കാത്തു പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അലീന പടിയിറങ്ങാൻ ഒരുങ്ങി. ഈ നരകത്തിൽ നിന്നും കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരു മോചനം അവളുടെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. അലീന ബാഗുമായി മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ബാലചന്ദ്രൻ്റെ മുറിയിൽ നിന്ന് ഒരു കോളിംഗ് ബെല്ല് മുഴങ്ങുന്നത്. അലീന ഓടി ബാലചന്ദ്രൻ്റെ അരികിലേക്കെത്തി. എന്താ അച്ഛാ? ബാലചന്ദ്രന്റെ മുഖം ഗൗരവമായിരുന്നു. ഇത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോയതുപോലെ. നീ പോവാൻ ഒരുങ്ങിയല്ലേ? അതെ അച്ഛാ, എനിക്ക് പോവണം.
നിർബന്ധമുണ്ടോ? ബാലചന്ദ്രന്റെ ആ ചോദ്യം അലീനയെ അമ്പരപ്പിച്ചു. അതെന്താ അച്ഛാ അങ്ങനെ ചോദിച്ചത്? ബാലചന്ദ്രൻ അലീനയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഒരച്ഛൻ്റെ വാത്സല്യവും കരുതലും നിറഞ്ഞു നിന്നിരുന്നു. എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട് മോളെ. നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അവർ നിന്നെ തേടി മാമച്ചായൻ്റെ വീട്ടിലേക്ക് വന്നേക്കാം. അവിടെ വെച്ച് നിനക്ക് എന്തെങ്കിലും സംഭവിച്ച് നിന്നെ ബലം പ്രയോഗിച്ച് അവിടെ നിന്നും പിടിച്ചിറക്കി കൊണ്ടുപോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. ബാലചന്ദ്രൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എനിക്കൊരു വിശ്വാസക്കുറവ്. നിന്റെ കാര്യത്തിൽ നീ എൻ്റെ കൺമുന്നിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി. ആ വാക്കുകൾ കേട്ട് അലീന ആകെ ഞെട്ടിപ്പോയി. പടിവാതിൽക്കൽ എത്തിയിട്ടും സ്വാതന്ത്ര്യത്തിൻ്റെ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയിട്ടും വീണ്ടും ആ ചങ്ങലകൾ മുറുകുന്നതുപോലെ. ബാലചന്ദ്രൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ ആ തീരുമാനം, അത് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയോ അതോ വിധിയുടെ മറ്റൊരു ക്രൂരതയുടെ കളിയാണോ? പുറത്ത് അലീനയെ കാത്തു നിൽക്കുന്ന മാമച്ചായനും രേവതിക്കുട്ടിയും ഗ്രേസ്യാമ്മയും. അകത്ത് ഭയവും കരുതലുമായി ബാലചന്ദ്രൻ. നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ശില പോലെ നിൽക്കുന്ന അലീന. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ കാത്തിരുന്ന് കാണാട്ടോ. നാളത്തെ എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.